ലിയാമിന് സ്കൂളിൽ പോണ്ടേ? സ്കൂളിൽ പോണ്ടേ? കഴിയേ സ്കൂളിൽ പോണ്ടേ? പോവണ്ടാന്നോ? നമ്മൾ ഒരു 10 മണിയായപ്പോൾ സ്കൂളിലെത്തി. 10 മണി ആയതുകൊണ്ട് തന്നെ പുറത്തൊന്നും ആരെയും കാണാനുണ്ടായിരുന്നില്ല. നമ്മുടെ പ്രവേശനോത്സവത്തിൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മണിയാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പുറത്തൊന്നും ആരും ഇല്ലാത്തത്. നമ്മൾ വേഗം തന്നെ ഓഡിറ്റോറിയത്തിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് കുട്ടികളുടെ ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു. ഇത് KG സെക്ഷൻ്റെ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. LKG UKG സ്റ്റുഡൻസും അവരുടെ പേരൻസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രോഗ്രാം ആയിരുന്നു. ഏകദേശം ഒരു 10:45 തന്നെ പ്രോഗ്രാം തീർന്നു. ദെൻ പിന്നെ കുട്ടികളെല്ലാവരും ഡിവിഷൻ തിരിച്ച് ക്ലാസ്സുകളിലോട്ട് ആക്കലായിരുന്നു. UKG സെക്ഷൻ ക്ലാസ്സുകളൊക്കെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. നമ്മൾ നേരെ ക്ലാസ്സിലോട്ട് പോയി. അവിടെ ചെന്ന് മിസ്സിനെ പരിചയപ്പെട്ടു. ലിയാമ് കയറി ക്ലാസ്സിലിരുന്നു. ക്ലാസ്സിൽ കയറുന്ന വരെ ആൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ ചിലരൊക്കെ കരയുന്നത് കണ്ട് ആൾക്കും ഒന്ന് കരയണം എന്നൊക്കെയുള്ള ആഗ്രഹം. സ്കൂൾ ഇഷ്ടമായ? മിസ്സിനെ ഇഷ്ടമായ? മിസ്സിനെ ഇഷ്ടമായ? മിസ്സിനെ ഇഷ്ടമായോന്ന്? ഇഷ്ടമായ? മിസ്സിന്റെ പേരെന്താ? മിസ്സിന്റെ പേരെന്താ? ഹണി മിസ്. മിസ് എന്തൊക്കെയാ തന്നില്ലേ അമ്മന്? കയ്യിലെന്താ ഫാനോ? കാൻഡി തന്നോ? ഇഷ്ടായ? കാൻഡി തന്ന മിസ്? ഇഷ്ടായോ? നാളെ നമുക്ക് സ്കൂളിൽ വരണണ്ടാ? 2 അല്ല, ഇത് ഈ സ്കൂളാണ്. ഇനി ഈ സ്കൂളിലാ പോവാ ട്ടാ. ഇനി ഈ സ്കൂളിൽ. ഓക്കെ? ന്യൂ സ്കൂൾ. ഓക്കെ? ഇഷ്ടായ ലിയാമിന്? ഇനി നമുക്ക് ഈ സ്കൂളിൽ പോവാട്ടാ. വേണ്ട. ക്ലാസ്സിലെത്തിയപ്പം മിസ്സ് എല്ലാവർക്കും ഒരു ഡാർക്ക് ഫാൻറ്റസി ചോക്ലേറ്റും ഒരു ഫാൻ തിരിയുന്ന പെൻസിലും കൊടുത്തായിരുന്നു, ഒരു ഗിഫ്റ്റ് പോലെ. അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അവിടെ നിൽക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ അതേ അപ്പുറത്തെ ക്ലാസ്സിലൊന്ന് പോയിട്ട് വരാം കേട്ടാ. ഓക്കെ? ആക്ച്വലി ക്ലാസ്സിൽ ഇരുത്തി പോരാൻ നോക്കിയപ്പോൾ ആൾ കുറച്ച് ടെററായിരുന്നു. ഇരിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ അവിടെ കോമ്പൗണ്ടിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടന്ന് പാർക്കൊക്കെ കണ്ട് അവിടെ തന്നെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്ന് കണ്ടപ്പോഴാണ് തിരിച്ചു പോകുന്നത്. അതുവരെ നമുക്ക് സ്കൂൾ ഗ്രൗണ്ടും സ്കൂളിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണാൻ പറ്റി. നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോഴാണ് എൻ്റെ സ്കൂൾ ജീവിതമൊക്കെ എനിക്ക് ചെറുതായിട്ടൊന്ന് ഓർമ്മ വന്നു. നമുക്ക് കുറച്ച് നേരം റിലാക്സ് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുമ്പോഴാണല്ലേ നമുക്ക് നമ്മളെപ്പറ്റി ഒന്ന് ചിന്തിക്കാനുള്ള ടൈം കിട്ടുക. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് എൻ്റെ സ്കൂൾ ജീവിതം, അന്നത്തെ എൻ്റെ പ്ലേ ഗ്രൗണ്ടും അവിടുത്തെ PT ക്ലാസ്സുകളും ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയതും ഇമ്പോസിഷൻ എഴുതിയതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് ഓർമ്മ വന്നു. അപ്പോഴാണ് ഇത് അവിടെ PT നടക്കുന്നുണ്ട്. അങ്ങനെ
അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷം. ഇതൊക്കെയാണ് ലിയാമിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ റീ ഓപ്പണിങ്ങിൻ്റെ വിശേഷങ്ങൾ.